ഏവർക്കും ഹാജാസ് ക്ലാസ്സസിൻ്റെ മെം സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒറ്റപ്പദങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ വരാൻ സാധ്യതയുള്ള ഒറ്റപ്പദങ്ങൾ SCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ PDF, അത് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടുള്ള PDF നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കിട്ടുന്നതിൻ്റെ മുറയ്ക്ക് അതിൻ്റെ കൂടെ PDF-ഉം കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വായിക്കുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ കണ്ട് ഇതുവരെ നമ്മൾ പഠിച്ചു തീർത്ത ഭാഗങ്ങളെല്ലാം വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടുകൂടെ ഇരിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സംശയങ്ങളും ഉണ്ടാവുകയില്ല. നമ്മൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിച്ചു കഴിയും. പരീക്ഷയെ നമുക്ക് ധൈര്യമായിട്ട് നേരിടാം. അപ്പോൾ ഒറ്റപ്പദങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ് അതേ വാക്കുകളും ഇതിനകത്ത് വന്നേക്കാം. ഇതെങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ള ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. ഇവിടെ വളരെയധികം സംസാരിക്കുന്നവനായി എന്നതിന് പകരമായിട്ടുള്ള ഒറ്റപ്പദമാണ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ളത്. മൃദുഭാഷിയാണോ? വളരെയധികം സംസാരിക്കുന്നവൻ എങ്ങനെയാണ് മൃദുഭാഷിയാവുക? അപ്പോൾ മൃദുഭാഷി എന്നുള്ളത് തെറ്റാണ്. ഇനി വാചാലൻ. വാചാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാചാലൻ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് സംസാരിക്കുന്നവൻ എന്നാണ് കേട്ടോ. വാചാലൻ എന്ന പദത്തിന്റെ അർത്ഥം ഏറ്റവും സംസാരിക്കുന്ന ശീലമുള്ളവൻ എന്നാണ് കേട്ടോ. ഏറ്റവും സംസാരിക്കുന്ന ശീലമുള്ളവൻ, ഒരുപാട് സംസാരിക്കുന്ന ശീലമുള്ളവൻ. ഹനുമാനെ കുറിച്ച് സാധാരണ പറയാറുള്ള വിശേഷണങ്ങൾക്ക് തീർത്തും എതിരാണിത് കേട്ടോ. അദ്ദേഹം വാഗ്മിയാണെന്നാണ് അറിയപ്പെടുക. ഹനുമാൻ ഒരു വാക്ക് പറഞ്ഞാലും അത് 100 വാക്കുകൾക്ക് സമമായിരിക്കും. അത്രയ്ക്ക് വ്യക്തമായിട്ടുള്ള, അത്രയ്ക്ക് ആ സന്ദർഭത്തിനെ യോജിക്കുന്ന, ഏറ്റവും യുക്തമായത് മാത്രം സംസാരിക്കുന്ന ആളാണ് ഹനുമാൻ. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. അപ്പോൾ അവിടെ വളരെയധികം സംസാരിക്കുക എന്നുള്ളതിന് സമാനമായ അർത്ഥമാണ് ഏറ്റവും സംസാരിക്കുന്ന ശീലമുള്ളവൻ എന്നുള്ളത്. അല്ലെങ്കിൽ വളരെ പറയുന്നവൻ എന്നാണ് ഈ വാചാലൻ എന്ന വാക്കിന്റെ അർത്ഥം. വളരെ പറയുന്നവൻ. സോ വാചാലൻ എന്നുള്ള ഓപ്ഷൻ ഇതിന് യോജിക്കുന്നുണ്ട്. ഇനി അതിവാചാലൻ എന്ന ആവശ്യമുണ്ടോ? കാരണം ഈ വാചാലൻ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും സംസാരിക്കുന്നവൻ അല്ലെങ്കിൽ വളരെ പറയുന്നവൻ എന്നാണ് അർത്ഥം. പിന്നെ അതിൻ്റെ കൂടെ എന്നുള്ള ഒരു പ്രയോഗം കൂടി ചേർക്കേണ്ടതായിട്ട് ഇല്ല. ഇനി വാഗ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നയാളാണ് വാഗ്മി. സോ വാഗ്മി എന്നുള്ള ഓപ്ഷനും ഇതിന് യോജിക്കുന്നില്ല. സോ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. വാചാലൻ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. വ്യക്തമാകുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. അതിനകത്ത് നിന്ന് സമാനമെന്ന് തോന്നിക്കുന്ന 4 ഓപ്ഷൻസും ഉണ്ടാകും. അതിൽ ഏറ്റവും ഉചിതമായത്, നമ്മുടെ ക്വസ്റ്റ്യനുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഉത്തരത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. നോക്കൂ, രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. വളരെയധികം സംസാരിക്കുക എന്നതിന് സമാനമായ ആൻസർ ഇവിടെ ഏതാണ്? വാചാലൻ. സോ ആൻസർ ഏതാണ്? ബി. അടുത്തത് നോക്കൂ. വ്യക്തിയെ സംബന്ധിച്ചത്. എന്താണ് വ്യക്തിയെ സംബന്ധിച്ചത്? വ്യക്തികമാണോ? അങ്ങനെ ഒരു വാക്ക് നമ്മൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അല്ല. വൈയക്തികമാണോ? വ്യക്തിയെ സംബന്ധിച്ചത് എന്നല്ല വൈയക്തികത്തിന്റെ അർത്ഥം. പിന്നെ വ്യക്തം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഉള്ളത് എന്നാണ് അർത്ഥം, അല്ലേ? വ്യക്തതയുള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ അതുമല്ല ഓപ്ഷൻ. വ്യക്തിഗതം. ഓപ്ഷൻ ഏതാണ്? ഡി. വ്യക്തിയെ സംബന്ധിച്ചത് വ്യക്തിഗതം എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. ഇനി ഇതുപോലെ 2-3 പദങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം. കുടുംബത്തെ സംബന്ധിച്ചത് എന്താണ്? കൗടുംബം. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. പുരുഷനെ സംബന്ധിച്ചത് പൗരുഷം.
ഈ പൗരുഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് കപ്പടാ മീശയും കട്ടത്താടിയും പിന്നെ ഒരുമാതിരി കടിച്ച എന്തോ ഇഞ്ചി കടിച്ചിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കടിച്ചു പിടിച്ച പല്ലും പിന്നെ മസിൽ പിടിച്ചത് മാതിരിയുള്ള നിൽപ്പും ഉള്ളതല്ല പൗരുഷം എന്ന് പറയുക. പൗരുഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പുരുഷനെ സംബന്ധിച്ചത് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ റഫ് ആൻഡ് ടഫ് എന്നുള്ള അർത്ഥമല്ല പൗരുഷത്തിന് കേട്ടോ. പുരുഷനെ സംബന്ധിച്ചത് പൗരുഷം. ഇനി ഇതുപോലൊരു വാക്ക് കൂടിയുണ്ട്. പുരുഷനെ സംബന്ധിച്ചത് പറയുമ്പോൾ സ്ത്രീയെ സംബന്ധിച്ചതും പറയണമല്ലോ. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചത് എന്താണ്? സ്ത്രൈണം. സ്ത്രൈണം. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. വ്യക്തിയെ സംബന്ധിച്ചത് വ്യക്തിഗതം, കുടുംബത്തെ സംബന്ധിച്ചത് കൗടുംബം, പുരുഷനെ സംബന്ധിച്ചത് പൗരുഷം, സ്ത്രീയെ സംബന്ധിച്ചത് സ്ത്രൈണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണിത്. ഓർത്ത് പറയുക. ബുഭുക്ഷു ആണോ അതോ പിപാസു ആണോ ദിദൃക്ഷു ആണോ പിഭട്ടിഷു ആണോ? ബുഭുക്ഷു ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ആൻസർ ഏതാണ്? ആൻസർ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അപ്പോൾ ഈ പിപാസു എന്താണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപാസു. ആരാണ്? കുടിക്കാൻ ദിദൃക്ഷു ആരാണ്? കാണാൻ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവനാരോ. കേട്ടോ, കാണാൻ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദിദൃക്ഷു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഇനി പിപഠിഷു ആരാണ്? അതും നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ പഠിച്ചതാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഇതാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപഠിഷു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒന്നുകൂടെ നോക്കാം. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാളാരാണ്? ബുഭുക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാരാണ്? പിപാസു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. നോക്കിക്കോളൂ. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? നോക്കിക്കോ. അതിക്രമം. അതിക്രമം എന്ന് പറഞ്ഞാൽ ക്രമം അനുസരിച്ച് എന്താണോ അവിടെ അർത്ഥം? അല്ല, അതിക്രമം എന്ന് പറഞ്ഞാൽ ഒരാളൊരു വേണ്ടാത്ത പ്രവൃത്തി ചെയ്യുക എന്താണ്? അതിക്രമിക്കുക. ഒരാളെ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ അതിക്രമം എന്ന് പറയാം കേട്ടോ. അതിക്രമം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ അക്രമപരമായ കാര്യം അയാൾ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ ക്രമം അനുസരിച്ച് എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് അത് വരുന്നില്ല. ക്രമരഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമം ഇല്ലാത്തത് എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ക്രമം തെറ്റിയ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെന്ത് ചെയ്യുന്നില്ല? ക്രമം അനുസരിച്ച് എന്നതിൻ്റെ ഉത്തരമായിട്ട് അതും വരുന്നില്ല. അനുക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ ഉത്തരവുമായി ചേർന്ന് വരുന്നതാണ്. അനുക്രമം എന്ന് പറഞ്ഞാൽ ക്രമം അനുസരിച്ച് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ശരിയാണ്. ഇനി അക്രമം എന്ന് പറഞ്ഞാൽ ക്രമം അനുസരിച്ച് എന്നുള്ള അർത്ഥം വരുവോടെ? ഇല്ല. അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയേറ്റം, ഒരാളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അയാൾക്ക് നാശം വരുത്തുന്ന, ഹാനി വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നൊക്കെയാണ് അക്രമത്തിന്റെ അർത്ഥം. അപ്പോൾ ക്രമം അനുസരിച്ച് അക്രമം എന്ന ഉത്തരവും വരുന്നില്ല. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അക്രമം അനുസരിച്ച് എന്നാൽ അനുക്രമം. ഓക്കെ, ക്ലിയർ ആണ്. ക്ഷോഭിച്ചവൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നിരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ക്ഷോഭിച്ചവൻ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ക്ഷോഭി എന്നുള്ളതാണോ? അല്ല. പിന്നെ ക്ഷുഭി എന്നുള്ളതാണോ? അല്ല. ക്ഷിപ്രകോപി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ദേഷ്യം വരുന്നവരെയാണ് ക്ഷിപ്രകോപി എന്ന് പറയാം. മൂക്കിന്റെ തുമ്പത്താണ് ദേഷ്യം എന്നൊക്കെ പറയാറില്ലേ ചിലരെ? അങ്ങനെയുള്ള മനുഷ്യരെയാണ് ക്ഷിപ്രകോപി എന്ന് പറയുക. അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം എന്താണ്? ക്ഷുഭിതൻ. എന്താണ്? ക്ഷുഭിതൻ എന്നുള്ള ഉത്തരമാണ് ഇവിടെ ശരി. ആൻസർ ഏതടെ? ആൻസർ ഡി. ഇനി ക്ഷുഭിതൻ അല്ലെങ്കിൽ വേറെ ഒരു വാക്ക് കൂടെ PSC തരാം. ഏത് വാക്കാ തരുന്നതെന്ന് അറിയാമോ? ക്ഷുബ്ധൻ. എന്താണ്? ക്ഷുബ്ധൻ. ക്ഷോഭിച്ചവൻ എന്ന സെയിം അർത്ഥമാണ് ക്ഷുബ്ധൻ എന്നുള്ളതിന്. അപ്പോൾ ക്ഷോഭിച്ചവൻ എന്നതിന് സമാന അർത്ഥമുള്ള 2 പദങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ക്ഷുഭിതൻ, മറ്റൊന്ന് എന്താണ്? ക്ഷുബ്ധൻ. അപ്പൊ എന്താണ്? കോപമുള്ളവൻ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ പഠിക്കാം. കോപമുള്ളവനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്ഷോഭിച്ചവൻ, ക്ഷുഭിതൻ അല്ലെങ്കിൽ ക്ഷുബ്ധൻ. അപ്പൊ കോപമുള്ളവൻ ആരാണ്? കോപമുള്ളവൻ? കോപിഷ്ഠൻ. ഇനി തല താഴ്ത്തിയവൻ, ലജ്ജിച്ച് തല താഴ്ത്തുക എന്ന് പറയില്ലേ? അങ്ങനെ തല താഴ്ത്തിയവൻ, അവനെ എന്താ വിളിക്കുക? തല താഴ്ത്തിയവൻ
അധോമുഖൻ. ഇതാണ് അധോമുഖൻ, തലകീഴായവൻ എന്നുള്ള അർത്ഥമാണ്. ഇനി ദാനം ചെയ്യുന്നവൻ ആരാണ്? ദായകൻ അല്ലെങ്കിൽ ദാതാവ്, അന്നദാതാവ്, രക്തദാതാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ദാനം ചെയ്യുന്നവൻ ആരാണ്? ദായകൻ. അപ്പൊ ഒന്നുകൂടെ നോക്കൂ ചോദ്യം. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ക്ഷുഭിതൻ അല്ലെങ്കിൽ ക്ഷുബ്ധൻ. കോപമുള്ളവൻ കോപിഷ്ഠൻ. തലതാഴ്ത്തിയവൻ അധോമുഖൻ. ദാനം ചെയ്യുന്നവൻ ദായകൻ അല്ലെങ്കിൽ ദാതാവ്. ക്ലിയർ ആണ്? അടുത്തത് ഒറ്റപ്പദമാക്കുക എന്നുള്ളതാണ്. എല്ലാ ജനങ്ങൾക്കും ബാധകമായ, എന്താണ്? എല്ലാ ജനങ്ങൾക്കും ബാധകമായ. സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അത് എന്താണ്? ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ബാധകമാണെന്ന് പറയുന്നു. അപ്പൊ എല്ലാ ജനങ്ങൾക്കും ബാധകമായ. ലോക്ക്ഡൗൺ വന്നു, എല്ലാ ജനങ്ങൾക്കും ബാധകമായിരുന്നില്ലേടെ? ആയിരുന്നു. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നർത്ഥമുള്ളത് സർവജനീനം എന്നുള്ളതാണോ, അതോ സർവജനപ്രിയ എന്നുള്ളതാണോ, സർവജനീനം എന്നുള്ളതാണോ, അതോ സർവജിത്ത് എന്നുള്ളതാണോ? ഏതാണ്? സർവജനീയം എന്നുള്ളതാണ് എല്ലാ ജനങ്ങൾക്കും ബാധകമായത് എന്നുള്ള അർത്ഥം വരുന്നത്. ആൻസർ ഏതാണ്? എ ആണ് കേട്ടോ. എ. ഇതിന്റെ കൂടെ പഠിച്ചിരിക്കേണ്ടുന്ന 2-3 വാക്കുകൾ കൂടെ നോക്കിക്കോ. സർവകാലത്തുമുള്ളത്, സർവകാലത്തുമുള്ളത്, സാർവകാലികം, സാധാരണയായത്, സാധാരണയായത്, സാർവത്രികം. ഇനി ഒന്നുകൂടിയുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ ഈ സർവജനീനം എന്നുള്ള വാക്ക്, ജനീയം എന്നുള്ള വാക്ക് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ പഠിച്ചിരിക്കേണ്ടുന്ന ഒന്നാണ് സർവജനങ്ങൾക്കും ഹിതമായത്. സർവജനങ്ങൾക്കും ഹിതമായത്. ഹിതമായതെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും താല്പര്യമുള്ളത്. ഓക്കെ, എല്ലാവരും ഇതിനോട് യോജിക്കുന്നു എന്നുള്ളത്. അപ്പോൾ സർവജനങ്ങൾക്കും ഹിതമായതിനെ എന്തെന്ന് പറയും? സാർവജനീനം. തമ്മിൽ മാറിപ്പോകരുത്. മാറിപ്പോകുമെന്ന് ഓപ്ഷനിൽ ഇത് കാണും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാക്ക് എടുത്തു പറഞ്ഞത്. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സർവജനീയം. എന്താണ്? എല്ലാ ജനങ്ങൾക്കും ബാധകമായി. സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു, അത് എല്ലാ ജനങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും ബാധകം എന്നുള്ളതിനെ നമ്മൾ ഒറ്റ വാക്കിൽ എങ്ങനെ പ്രയോഗിക്കും? സർവജനീയം എന്ന് പ്രയോഗിക്കും. ഇനി സർവജനങ്ങൾക്കും ഹിതമായതിനെ എങ്ങനെ പ്രയോഗിക്കും? സാർവജനീനം എന്ന് പ്രയോഗിക്കും. ഇനി സർവകാലത്തുമുള്ളത് സാർവകാലികം, സാധാരണയായത് സാർവത്രികം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഋഷിയെ സംബന്ധിക്കുന്നത്. ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ഋഷ്യമാണോ, ഋഷിത്വമാണോ, ആർഷികമാണോ, ആർഷമാണോ? അതെ, നമ്മൾ എന്താ പറയുക? ആർഷഭാരത സംസ്കാരം എന്നാണ് പറയുക. അപ്പോൾ ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ആർഷമാണ് കേട്ടോ. ആർഷം എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ആൻസർ ഡി ആണ്. ഋഷിയെ സംബന്ധിച്ചത് ആർഷം എന്നാണ് അർത്ഥം. ഇനി എന്നതാണ് ഒറ്റപ്പദം. ഇനി ഇതുപോലെ ഇതിന് സമാനമായിട്ടുള്ള 1-2 വാക്കുകളും കൂടി നമുക്ക് നോക്കാം. പകുതിക്ക് അവകാശമുള്ളവൻ ആരാണ്? ആർത്തികൻ. ഒരു സ്വത്തിന്റെ പകുതി ഭാഗത്തിൽ അവകാശമുള്ളവനെ നമ്മൾ എന്തെന്ന് വിളിക്കണം? ആർത്തികൻ. ഇനി അർത്ഥം സംബന്ധിച്ചത്. അർത്ഥം സംബന്ധിച്ചത് ആർത്തികം. ഇനി അർത്ഥമുള്ളത് ആർത്തകം. ശരി, ഒന്നുകൂടെ നോക്കിക്കേ. ഋഷിയെ സംബന്ധിച്ചത് ആർഷം, പകുതിക്ക് അവകാശമുള്ളവൻ ആർത്തികൻ, അർത്ഥം സംബന്ധിച്ചത് ആർത്തികം, അർത്ഥമുള്ളത് ആർത്തകം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റ പദം എഴുതുക. കൃഷിയെ സംബന്ധിച്ചത്. കൃഷിയെ സംബന്ധിച്ചത് എന്ത് പറയും നമ്മൾ? കാർഷികമാണോ, കൃഷകമാണോ, കാർഷികമാണോ, കൃഷകമാണോ, കർഷകമാണോ, കർഷകനാണോ? കൃഷിയെ സംബന്ധിച്ചതാണ്, കൃഷിക്കാരനെ സംബന്ധിച്ചതല്ല. അപ്പോൾ കർഷകനല്ല, കർഷകമല്ല, കൃഷകമല്ല. പിന്നെന്താണ് ആൻസർ? കാർഷികം എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ആൻസർ ഏതാണ്? എ ആണ് കേട്ടോ ആൻസർ. ഇതിൻ്റെ സമാനമായിട്ടുള്ള 1-2 വാക്കുകൾ കൂടെ നോക്കിക്കോളുക. വ്യവസായത്തെ സംബന്ധിച്ചത്. വ്യവസായത്തെ സംബന്ധിച്ചത് വൈയവസായികം. ഇതാണ് വൈയവസായികം. ഇനി കായത്തെ സംബന്ധിച്ചത് എന്താണെന്ന് പറയാമേ. കായത്തെ സംബന്ധിച്ചത്.
കായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാമ്പാറിൽ രസത്തിൽ ചേർക്കുന്ന കായം എന്നല്ല. കായം ശരീരം എന്നർത്ഥമാണ് കേട്ടോ. കായത്തെ സംബന്ധിച്ചത് കായികം. ഇനി ബുദ്ധിയെ സംബന്ധിച്ചത് എന്താണ്? ബൗദ്ധികം. ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോ? ബൗദ്ധികം. നോക്കിക്കോളൂ, ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം. വ്യവസായത്തെ സംബന്ധിച്ചത് വൈവസായികം. കായത്തെ സംബന്ധിച്ചത് കായികം. ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടുത്തെ കായം എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ശരീരം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒറ്റപ്പദമാക്കുക. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്താണ്? ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണോ, ഐഹികമാണോ, ഐതിഹ്യമാണോ, ഐതിഹാസികമാണോ? ഐഹികം എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ആൻസർ എ ആണ് കേട്ടോ. ആൻസർ എ ആണ്. അപ്പോൾ ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. 2-3 കാര്യങ്ങൾ ചോദിക്കാം. ഒന്നൊന്നായി എന്നുള്ളതിനെ എങ്ങനെ ഒറ്റപ്പദമാക്കും? ഏകൈകം. ഇതാണ് ഏകൈകം. കേട്ടു കേൾവി എന്നതിനെ നമ്മൾ എങ്ങനെ ഒറ്റപ്പദമാക്കും? അല്ലെങ്കിൽ കേട്ടു കേൾവി എന്നതിന് സമാനമായ ഒറ്റപ്പദമാണ് ഈ കൂട്ടത്തിലുള്ള എന്ത്? ഐതിഹ്യം. ഇതാണ് ഐതിഹ്യം. കേട്ടു കേൾവി എന്നതിന് സമാനമാണ് ഐതിഹ്യം എന്നുള്ള പദം. ഇനി ഒന്നുകൂടിയുണ്ട്, ഇതിഹാസത്തെ സംബന്ധിച്ചത് എന്താണ്? ഐതിഹാസികം. ഇതാണ് ഐതിഹാസികം. നോക്കിക്കോളൂ. അപ്പോൾ ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. പിന്നെ ഒന്നൊന്നായി എന്നുള്ളതിന് പകരമുള്ളതാണ് ഏകൈകം. ഐതിഹ്യം എന്നതിനെ എങ്ങനെ ഒറ്റപ്പദമാക്കാം? ഐതിഹ്യം കേട്ടുകേൾവി എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഐതിഹ്യം. അല്ലെങ്കിൽ കേട്ടുകേൾവി എന്നതിന് സമാനമായിട്ടുള്ള പദമാണ് ഐതിഹ്യം. ഐതിഹാസികം എന്താണ്? ഇതിഹാസത്തെ സംബന്ധിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രമാണം സംബന്ധിച്ചത് എന്താണ്? പ്രമാണം സംബന്ധിച്ചത് എന്താണ്? പ്രാമാണികമാണോ, പ്രമാണമാണോ, പ്രാമാണികമാണോ, പ്രാമാണ്യമാണോ? ഏതാണ്? പ്രാമാണികം എന്നുള്ളതാണ് കേട്ടോ ആൻസർ. പ്രമാണത്തെ സംബന്ധിച്ചത് എന്താണ്? പ്രാമാണികം. പ്രമാണത്തെ സംബന്ധിച്ചത് പ്രാമാണികം. ആൻസർ എ. അടുത്ത നോക്കൂ. നീതിയെ സംബന്ധിക്കുന്നത് ജസ്റ്റിസിനെ അടയാളപ്പെടുത്തുന്നത് ഏതാണെന്നാണ്. ഏത് വാക്കാണ്? നൈതികമാണോ, നിയാമകമാണോ, നിയുക്തമാണോ, നിയമമാണോ? നൈതികം എന്നുള്ളതാണ് ആൻസർ. നീതിയെ സംബന്ധിക്കുന്നത് ഏതാണ്? നൈതികമാണ്. ആൻസർ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. എ ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നോക്കൂ, ഇതുപോലെ രണ്ട് പദങ്ങളൂടെ നിങ്ങളൊന്ന് നോക്കിക്കോണേ. ലാഭമില്ലാതെ എന്നതിനെ എങ്ങനെ ഒറ്റപ്പദമാക്കും? നിർലോഭം. ഇതാണ് നിർലോഭം. അതുപോലെ ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. അങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ, അത് കൃത്യമായിട്ട് പഠിക്കണം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. ലാഭമില്ലാതെ നിർലോഭം എന്നാണ് കേട്ടോ, നിർലാഭം എന്നല്ല. പിന്നെ ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. എന്താണ് ഒഴിച്ചുകൂടാനാവാത്തത്? അത്യന്താപേക്ഷിതം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റപ്പദങ്ങളുമായി ബന്ധപ്പെട്ട വരാൻ സാധ്യതയുള്ള 99% ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ 1% വിട്ടേക്കുന്നതെന്ന് അറിയാമോ? ഭാഗ്യത്തിൻ്റെ കൂടെ ഒരു കളി ഉണ്ടാവുമല്ലോ. നമ്മളെ തെറ്റിക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവാണ് ആ 1% ബാക്കി മിച്ചം വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്ന പദങ്ങളിൽ നിന്ന് വരുന്ന ഓപ്ഷൻസുകളിൽ നിന്ന് ഏത് ക്വസ്റ്റ്യനുമായി യോജിച്ചു പോകുന്നത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ അന്നേരത്തെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മാനസികാവസ്ഥയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതിന് എന്ത് വേണം? പ്രാക്ടീസ് ഉണ്ടായിരിക്കണം അല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പോർഷനാണ് ഒറ്റപ്പദം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ടത് പഠിക്കുക. വീണ്ടും വീഡിയോസ് കണ്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എഴുതി വെച്ച് പഠിക്കുന്നവർ അതിനെ വായിച്ച് പിന്നെയും തെളിച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.